നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നേ 10th മെയിൻസിന്റെ ഡേ 74ന്റെയും 75ന്റെയും പരീക്ഷയൊന്ന് എഴുതി നോക്കാവേ. ടോപ്പിക്സ് എല്ലാം പഠിച്ച് കാണും എന്ന് വിചാരിക്കുവാണ്. എക്സാമിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ജോയിൻ ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഇല്ലേ, ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അതിലുണ്ടായിരിക്കുവേ. തുടങ്ങാം. 10th മെയിൻസ് ഡേ 74 ആൻഡ് 75 എക്സാം. ആദ്യത്തെ ചോദ്യം, I dash never dash to Shimla. ഇതാണ് ചോദ്യം. Was been, have been, has been, am being. രണ്ടാമത്തെ ചോദ്യം, she dash the book since 8 o'clock in the morning. Have been reading, has been reading, is reading, was reading. എഴുതിക്കോളൂ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഭക്ഷണത്തിലെ അന്നജത്തെ ആഗ്നേയരസത്തിലുള്ള പാൻക്രിയാറ്റിക് അമൈലേസ് മാൾട്ടോസ് ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഭക്ഷണത്തിലെ പ്രോട്ടീൻ ആഗ്നേയരസത്തിലെ ട്രിപ്സിന്റെ സഹായത്തോടെ പെപ്റ്റൈഡ് ആക്കി മാറുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ആഗ്നേയരസത്തിലെ പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. നാലാമത്തെ പ്രസ്താവന, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ ദഹനത്തെ സഹായിക്കുന്ന 3 എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ 4 പ്രസ്താവനകൾ ശരിക്കൊന്ന് വായിച്ചിട്ടേ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. നാലാമത്തെ ചോദ്യം, ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഉമിനീരിലെ രാസാഗ്നി ഏതാണ്? ശ്ലേഷ്മം, അമൈലേസ്, ലൈസോസൈം ഇവയൊന്നും അല്ല. അടുത്ത ചോദ്യം, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ 2 അറകളാണിത്. ഇത് ഒരാൾ പറഞ്ഞ കോട്ടാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 6. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ, സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, ഒരു ഫോട്ടോയിലെ സ്ത്രീയെ ചൂണ്ടിക്കാട്ടി എൽദോ പറഞ്ഞു, ഇവരുടെ അമ്മയുടെ സഹോദരൻ എന്റെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ്. എങ്കിൽ എൽദോയ്ക്ക് ഈ സ്ത്രീയുമായുള്ള ബന്ധം എന്താണ്? അമ്മ, സഹോദരി, മുത്തശ്ശി, അമ്മായി. 8. എയും ബിയും വിവാഹിതർ, എക്സും വൈയും സഹോദരങ്ങൾ. എക്സ് എയുടെ സഹോദരൻ എങ്കിൽ വൈക്ക് ബിയുമായുള്ള ബന്ധം എന്താണ്? മകൻ, അളിയൻ, മരുമകൻ, സഹോദരൻ. 9. 2a plus b equal to 4 into 8 into 16 ആണെങ്കിൽ a plus b the whole square എത്രയാണ്? 81, 64, 512, 112. അടുത്ത ചോദ്യം, 2 raised to 3 plus 2 raised to 3 plus 2 raised to 3 plus 2 raised to 3 equal to 2 raised to 5, 2 raised to 12, 2 raised to 81, 2 raised to 16. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഉദയവർമ്മ കോലത്തിരിയുടെ സദസ്യനായിരുന്ന കവി? അതുലൻ, NV കൃഷ്ണവാര്യർ, രാമപുരത്ത് വാര്യർ, ചെറുശ്ശേരി നമ്പൂതിരി. 12. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. മലയാളത്തിൽ ആദ്യം എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ചവിട്ട് നാടകം. മലയാളത്തിലെ ആദ്യത്തെ ചവിട്ട് നാടകം കാറമാൻ ചരിതം. രണ്ടാമത്തത് രാഷ്ട്രീയ നോവൽ പാറപ്പുറത്ത്. മൂന്നാമത്തത് സൈബർ നോവൽ നൃത്തം. നാലാമത്തത് ലക്ഷണമൊത്ത നോവൽ കുന്തലത. അപ്പൊ മലയാളത്തിൽ ആദ്യം എന്ന വിഭാഗത്തിൽ വരുന്നത് ഒരെണ്ണം തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം,
ചുവടെ തന്നിരിക്കുന്നതിൽ കുമാരനാശാന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് കണ്ടെത്തുക. ദുരവസ്ഥ, ബാലരാമായണം, ചിത്രശാല, ശ്രീബുദ്ധചരിതം. 14. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആറ്റൂർ രവിവർമ്മ, ആർ രാമചന്ദ്രൻ, സച്ചിദാനന്ദൻ, ഒളപ്പമണ്ണ. 15. ചുവടെ തന്നിരിക്കുന്നതിൽ മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. പ്രകീർണനം, പ്രതിപതനം, അപവർത്തനം, വിഭംഗനം. 16. ചുവടെ തന്നിരിക്കുന്ന സവിശേഷതകൾ പരിശോധിച്ച് പ്രകാശകിരണം ഏതാണെന്ന് കണ്ടെത്തുക. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നു. വിദൂര വസ്തുക്കൾ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശകിരണം. ഓപ്ഷൻ ഇൻഫ്രാറെഡ് കിരണം, അൾട്രാവയലറ്റ് കിരണം, ഗാമ കിരണം, എക്സ് കിരണം. അടുത്ത ചോദ്യം. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കുടുംബശ്രീ പദ്ധതിയായ ഹമാരി ഭായി ഓർ ബഹൻ പദ്ധതി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ്. രണ്ടാമത്തെ പ്രസ്താവന: കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന അയൽക്കൂട്ടം സംഗമമാണ് ചലനം 2023. മൂന്നാമത്തെ പ്രസ്താവന: ആദിവാസി വികസന പദ്ധതിയുടെ കീഴിലുള്ള കുടുംബശ്രീ നേതൃത്വം നൽകുന്ന ഉടൻ പുറത്തിറങ്ങുന്ന കാപ്പി ബ്രാൻഡാണ് കുട്ടമ്പുഴ കാപ്പി. നാലാമത്തെ പ്രസ്താവന: 18 വയസ്സ് പൂർത്തിയായ വനിതകൾക്കാണ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ അംഗമാകാൻ കഴിയുക. കുടുംബശ്രീയെ പറ്റിയുള്ള ഫുൾ ഫാക്ട്സ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, പോയി കണ്ടാൽ മതി. ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി എഴുതിക്കോളൂ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങള്. ഇനി നമുക്ക് ആൻസേഴ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഐ ഡാഷ് നെവർ ഡാഷ് ടു ഷിംല. ഉത്തരം ഹാവ് ബീൻ ആണേ. ഹാവ് ബീൻ. ഇതില്ലേ എപ്പോ നടന്നുവെന്ന് സമയം സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭൂതകാല പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എപ്പോ നടന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭൂതകാലമാണെങ്കിൽ കൂടി അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ആയി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇല്ലേ പ്രസന്റ് പെർഫെക്റ്റ് ആവും ഹാവ് ബീനും വരാം, ഹാസ് ബീനും വരാം. എന്തുകൊണ്ട് ഹാവ് ബീൻ വന്നു? സബ്ജക്റ്റ് നോക്കണേ. സബ്ജക്റ്റ് ഐയോ, വിയോ, യുവോ, ദേയോ, അതായത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഹാവ് ബീൻ വന്നത്. രണ്ടാമത്തെ ചോദ്യം: ഷീ ഡാഷ് ദ ബുക്ക് സിൻസ് 8 o'clock ഇൻ ദ മോർണിംഗ്. ഉത്തരം ഹാസ് ബീൻ റീഡിംഗ് ആണ്. ഹാസ് ബീൻ റീഡിംഗ്. സിൻസ് വന്നതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ സെന്റൻസിന്റെ മീനിങ് എന്തുവാ? രാവിലെ 8 മണി മുതൽ ആരംഭിച്ച പ്രവൃത്തിയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആവുമ്പം സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഹാവ് ബീൻ റീഡിങ്ങും ഉണ്ട്, ഹാസ് ബീൻ റീഡിങ്ങും ഉണ്ട്. എന്തുകൊണ്ട് ഹാസ് ബീൻ ഉപയോഗിച്ചു? തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഷീ എന്ന് പറയുന്നത് സിംഗുലാർ ആയതുകൊണ്ട് ഹാസ് ബീൻ. സിംഗുലാർ നൗണിന്റെ കൂടെ ഹാസ് ബീനും പ്ലൂറൽ നൗൺ, പ്ലൂറൽ സബ്ജക്റ്റ് ആയ ഐ, യു, വി, ദേ അതിന്റെ കൂടെ എല്ലാം ഹാവ് ബീനും ആണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം: ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. ആഗ്നേയ രസത്തിലെ പാൻക്രിയാറ്റിക് അമൈലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ശരി. അടുത്തത് പ്രോട്ടീനെ എന്താക്കി മാറ്റുന്നു? ട്രിപ്സിന്റെ സഹായത്തോടെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. ശരിയാണ്. അടുത്തത് ആഗ്നേയ രസത്തിലെ പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ശരിയാ. അടുത്ത പ്രസ്താവന തെറ്റാ. കരട് ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ ദഹനത്തെ സഹായിക്കുന്ന 3 എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല എന്ന് പഠിച്ചതാ. അപ്പൊ ആദ്യത്തെ 3 പ്രസ്താവനകളല്ലേ ശരി? പേ ആണ് ഉത്തരം. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 4. ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഉമിനീരിലെ രാസാഗ്നി ഏതാണ്? ലൈസോസൈം ആണ്. ലൈസോസൈം. 5. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ 2 അറകളാണിത്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. സി ആണ് ഉത്തരം. 6. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ബി ആണ് ഉത്തരം.
7. ഒരു ഫോട്ടോയിലെ സ്ത്രീയെ ചൂണ്ടിക്കാട്ടി എൽദോ പറഞ്ഞു, ഇവരുടെ അമ്മയുടെ സഹോദരൻ എന്റെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ്. എങ്കിൽ എൽദോയ്ക്ക് ഈ സ്ത്രീയുമായുള്ള ബന്ധം. അപ്പൊ എൽദോ അല്ലേ പറഞ്ഞത്, എൽദോയുടെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് ഈ സ്ത്രീയുടെ സഹോദരൻ. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഈ സ്ത്രീയുടെ അമ്മയുടെ സഹോദരൻ, ബ്രദർ. സ്ത്രീയുടെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് എന്ന് വെച്ചാൽ സ്ത്രീയും എൽദോയും എന്താണ്? സഹോദരങ്ങളാണ്. അപ്പൊ എൽദോയുടെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് എന്തെന്ന് പറയുന്നത്? ഇവരുടെ അമ്മയുടെ സഹോദരൻ. അപ്പൊ ഫാദറിന് ഒരു ആണുണ്ട്, പിന്നെ എത്ര പെണ്ണുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരാണുണ്ട്. അപ്പോൾ ഈ ആണെന്ന് പറയുന്നത് ഈ അമ്മയുടെ സഹോദരനല്ലേ? അപ്പം സ്ത്രീയും എൽദോയും എന്താണ്? സഹോദരങ്ങളാണ്. സഹോദരിയാണ് ഉത്തരം. 8. എയും ബിയും വിവാഹിതർ, എക്സും വൈയും സഹോദരങ്ങൾ. എക്സ് എയുടെ സഹോദരൻ എങ്കിൽ വൈക്ക് എയും ബിയുമായുള്ള ബന്ധം എന്താണ്? അളിയനാണ് ഉത്തരം. ബി, അളിയൻ. 9. 2a plus b equal to 4 into 8 into 16 ആണെങ്കിൽ a plus b the whole square 81 ആണ് ഉത്തരം. ഇതെങ്ങനെയാന്ന് നോക്കാം. 2a plus b എന്നാൽ 4 into 8 into 16 എന്നല്ലേ പറഞ്ഞേക്കുന്നേ. 4 എന്ന് വെച്ചാൽ 2 സ്ക്വയർ ഇൻറ്റു 8 എന്ന് വെച്ചാൽ 2 ക്യൂബ് ഇൻറ്റു 16 എന്ന് വെച്ചാൽ 2 അപ്പം ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് എല്ലാം ആഡ് ചെയ്യാമല്ലോ. 2 plus 3 5 plus 4 9. അപ്പൊ 2a plus b എന്ന് പറഞ്ഞാൽ 2 എന്നാണ് ആൻസർ. അപ്പൊ രണ്ടിന്റെയും ബേസ് 2 ആകുമ്പോഴത്തേക്കും പവേഴ്സ് ഇക്വേറ്റ് ചെയ്തൂടെ. അപ്പൊ a plus b എന്ന് വെച്ചാൽ എന്തുവാണ്? 9. അപ്പൊ ചോദ്യം ചോദിച്ചേക്കുന്ന a plus b the whole square. അപ്പം a plus b 9 ആണെങ്കിൽ a plus b the whole square എന്ന് വെച്ചാൽ 9ന്റെ സ്ക്വയർ. 9ന്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ് ആൻസർ. അടുത്ത ചോദ്യം 2 plus 2 എത്രയാണ്? ഉത്തരം 2 ആണേ. ഇവിടെ 2 കോമൺ ആയിട്ട് എടുത്താൽ 2 എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ 1 വരും. 1 പ്ലസ് ഇവിടെയും 1 വരും. 1 പ്ലസ് ഇവിടെയും 1 വരും. 1 പ്ലസ് ഇവിടെയും 1 വരും. 1 അല്ലേ? അപ്പൊ 2 ഇൻറ്റു 1 plus 1 plus 1 plus 1 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 4 എന്ന് വെച്ചാൽ 2 സ്ക്വയർ. അപ്പൊ 2 ഇൻറ്റു 2 സ്ക്വയർ എത്രയാണ്? ബേസ് സെയിം ആണ്, പവേഴ്സ് ആഡ് ചെയ്യുക. 2 plus 3 5. 2 ആണ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഉദയവർമ്മ കോലത്തിരിയുടെ സദസ്യനായിരുന്ന കവി? ചെറുശ്ശേരി നമ്പൂതിരിയാണ്. ചെറുശ്ശേരി നമ്പൂതിരി. ഡി. 12. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. മലയാളത്തിൽ ആദ്യം തെറ്റായ ജോഡി ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. ആദ്യത്തെ നോവൽ കുന്തലത, ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ, ചന്തുമേനോന്റെ ഇന്ദുലേഖ. 13. ചുവടെ തന്നിരിക്കുന്നതിൽ കുമാരനാശാന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ചിത്രശാലയാണ്. ചിത്രശാല ഉള്ളൂരിന്റെ കൃതിയാണ്. ഉള്ളൂരിന്റേതാണ് ചിത്രശാല. 14. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് സച്ചിദാനന്ദനാണേ. സച്ചിദാനന്ദൻ. സി. 15. ചുവടെ തന്നിരിക്കുന്നതിൽ മഴവിലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. വിഭംഗനമാണ്. വിഭംഗനം. ബാക്കി 3 പ്രകീർണനം, പ്രതിപതനം, അപവർത്തനം മഴവിൽ രൂപീകരണത്തിന്റെ പ്രതിഭാസങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 16. ചുവടെ തന്നിരിക്കുന്ന സവിശേഷതകൾ പരിശോധിച്ച് പ്രകാശകിരണം ഏതാണെന്ന് കണ്ടെത്തുക. സൂര്യപ്രകാശത്തിലെ താപകിരണം എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ്. വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്നതും ഇൻഫ്രാറെഡ് തന്നെയാണ്. 17. കുടുംബശ്രീയുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണണം. ഡൗട്ട് ഉള്ളവർ എല്ലാവരും കണ്ടേക്കണേ ആ ക്ലാസ്. കാരണം ഒരുപാട് കറണ്ട് അഫയേഴ്സ് അടക്കമാണ് ക്ലാസ് എടുത്തേക്കുന്നത്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ബി ആണ്. ഇവിടെ കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന അയൽക്കൂട്ടം സംഗമത്തിന്റെ പേര് ചുവട് 2023 ആണ്. ചുവട് 2023. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. നാളെ ഡേ 76 ആണ്.
അപ്പോൾ നാളത്തെ പഠിക്കാനുള്ള പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരും, ടൈം ടേബിളും പോർഷൻസും ഒക്കെ. ടെലഗ്രാം ചാനൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കുവേ. വീണ്ടും കാണാം. ലൈക്ക് ചെയ്തിട്ട് പോവുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.